സാഫല്യം പാർട്ട് 9. നിന്റെ അമ്മായിയെ ഇപ്പോൾ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. മീനു മോളെയും കൊണ്ട് എബിയോടൊപ്പം നടന്നു. അമ്മായി എന്ന് വിളിച്ച് മീനു അവർക്കരികിൽ ഇരുന്നു. എന്താ അമ്മായിക്ക് പെട്ടെന്ന് പറ്റിയത്? അത് ബാങ്കിൽ നിന്ന് ഇന്നലെ ജപ്തി നോട്ടീസ് വന്നതിൻ്റെയാ, അമ്മാവൻ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും അമ്മാവാ? മീനു വളരെ വിഷമത്തോടെ ചോദിച്ചു. എല്ലാം കേട്ട് എബിയും അവർക്കരികിൽ ഉണ്ടായിരുന്നു. അമ്മായിയെ നമുക്ക് ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. അമ്മായിക്ക് വേണ്ടത് നല്ല ട്രീറ്റ്മെൻറ്റാണ്, എബി പറഞ്ഞു. തെരുവിലിറങ്ങേണ്ടി വരുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഇവിടെ തന്നെ കിടക്കുന്നതാ, അവർ വളരെ നിരാശയോടെ പറഞ്ഞു. അമ്മാവനോ അമ്മായിക്കോ ഒരിക്കലും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരില്ല, അത് ഈ എബിയുടെ വാക്കാ. 1ഉം 2ഉമല്ല, മുതലും പലിശയും ചേർത്ത് 5 ലക്ഷത്തിന് മേലെയായി കാണും, അമ്മാവൻ വളരെ വിഷമത്തോടെ പറഞ്ഞു. അതൊന്നും ഓർത്ത് അമ്മാവൻ വിഷമിക്കേണ്ട, ഇപ്പോൾ വേണ്ടത് അമ്മായിക്ക് നല്ല ട്രീറ്റ്മെൻറ്റാണ്. അമ്മാവൻ വിഷമത്തോടെ ഒന്ന് മൂളി. മോളെ മീനു, നിന്നെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, അതിന് മോൾ എന്നോട് പൊറുക്കണം, അമ്മായി പറഞ്ഞു. അങ്ങനെയൊന്നും പറയാതെ അമ്മായി. പക്ഷേ നിങ്ങളൊന്നും അന്ന് എന്നെ നിർബന്ധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയ ഈ സൗഭാഗ്യത്തിന് പകരം ഞാൻ ജീവനോടെ ഉണ്ടാകുമോ എന്ന് പോലും എനിക്കറിയില്ല. അവൾ എബിയെ നോക്കിക്കൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. അതിനവൻ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എന്താ ദേവൻ ലേറ്റായത്? ദേവൻ വന്നതും കല്യാണി നീരസത്തോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് നീണ്ട ഒരു ക്യൂ ആയിരുന്നു അവിടെ. അവൾ ഒന്ന് മൂളി. അപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ മീനുവിനെ അവിടെ ഒക്കെ തിരയുന്നുണ്ടായിരുന്നു. ദേവൻ ആരെയായി നോക്കുന്നത്? ഒന്നുമില്ല. എങ്കിൽ എന്നെ ഒന്ന് പിടിച്ചെണീക്കാൻ സഹായിക്ക്. ദേവൻ എങ്ങനെയൊക്കെയോ അവളെ ഒന്ന് പിടിച്ചു നിർത്തി. ഫുൾ ടൈം ഇരുന്നും കിടന്നും തടിയും വയറും കൂടി. അവൻ അവളുടെ ഭാരം കാരണം മനസ്സിൽ ഉരുവിട്ടു. മീനുവിനെ ഓർക്കും തോറും ദേവന് തന്നോടൊപ്പമുള്ള കല്യാണിയോട് വെറുപ്പ് തോന്നും പോലെ. അവൾ ദേവൻ്റെ തോളിലേക്ക് തല വെച്ചാണ് ഇരിപ്പ്. ഞാൻ നാളെ പോണോ ദേവൻ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? എനിക്കെന്തോ ദേവനെ വിട്ടുപോകാൻ മനസ്സു വരുന്നില്ല. ഇതൊക്കെ ഒരു ചടങ്ങല്ലേ കല്യാണി? നിന്റെ വീട്ടിലാകുമ്പോൾ അവർ നിന്നെ നല്ലപോലെ നോക്കും. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു വിളിപ്പുറത്ത് ഞാനില്ലേ? ഡെലിവറി കഴിഞ്ഞു പിന്നെയും 3 മാസം കഴിഞ്ഞാലല്ലേ എനിക്ക് ദേവൻ്റെ അരികിൽ വരാൻ പറ്റൂ. അതിനെന്താ, ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വരാം, ദേവൻ പറഞ്ഞു. ഈ ദേവന് എന്നോട് ഒരു സ്നേഹവുമില്ല. അവൾ പിണക്കം നടിച്ച പോലെ പറഞ്ഞു. ദേവൻ്റെ ചിന്തകളിൽ മീനു മാത്രമായതുകൊണ്ട് തന്നെ അവൻ അതൊന്നും കാര്യമാക്കിയതുമില്ല. ദേവൻ! അവൻ എന്തോ ചിന്തയിലാണെന്ന് കണ്ടതും കല്യാണി അവനെ തട്ടി വിളിച്ചു. എന്താ ദേവൻ ഇങ്ങനെ ആലോചിക്കുന്നത്? അത് പിന്നെ നമ്മുടെ കുഞ്ഞിനെപ്പറ്റി തന്നെ. ഇങ്ങനെ പോയാൽ ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടിയാൽ ദേവൻ പിന്നെ എന്നെ തിരിഞ്ഞു നോക്കില്ലെന്ന് തോന്നുന്നല്ലോ. ഇനി ഈ ഡെലിവറി കൂടി കഴിയുമ്പോൾ കോലം അതാണെങ്കിൽ അത് തന്നെയാ നല്ലത്, അവൻ നീരസത്തോടെ ചിന്തിച്ചു. എൻ്റെ കാൽ നല്ലപോലെ നീര് വെച്ചു, തീരെ നടക്കാനും വയ്യ. ദേവൻ ഒന്ന് ഒഴിഞ്ഞു തരാവോ? അവൾ ബെഡിൽ നിന്നും കാൽ തറയിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ദേവൻ അവളുടെ കാലുകളിലേക്കൊന്ന് നോക്കി. ആ കാലുകൾക്ക് പഴയ ഭംഗിയില്ലെന്ന് അവന് തോന്നി. ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും അമ്മയാകുന്നത് ഭർത്താവ് കാൽ ഒഴിഞ്ഞു കൊടുത്തിട്ടാണോ? നീ ഇങ്ങനെ ഒരേ ഇരിപ്പിരുന്നിട്ടാ കല്യാണി, വല്ലപ്പോഴുമൊക്കെ ഒന്ന് എഴുന്നേറ്റ് നടക്കണം, അവൻ പറഞ്ഞു. അതും പറഞ്ഞ് അവൻ കട്ടിലിൽ കയറി കിടന്നു. കല്യാണി വിഷമത്തോടെ അവൻ്റെ കിടപ്പ് നോക്കിയിരുന്നു. മധുവിധു നാളുകളിൽ എന്തുമാത്രമായിരുന്നു അവൻ തന്നെ സ്നേഹിച്ചത്. കാൽപാദങ്ങളിൽ പോലും അവൻ യാതൊരു മടിയുമില്ലാതെ ചുണ്ടുകൾ പതിപ്പിച്ചിരുന്നു. അതൊക്കെ ഓർത്ത് അവൾ സ്വയം പുച്ഛിച്ച് അവൻ അരികിലായി കിടന്നു. കോളിംഗ് ബെൽ സൗണ്ട് കേട്ട് ഡോർ തുറന്ന മീനു പ്രസാദിനെ കണ്ട് ഒരു നിമിഷം പകച്ചു നിന്നു. ഏട്ടത്തി! അവൻ്റെ വിളിയിലാണ് അവൾ സ്വബോധം വീണ്ടെടുത്തത്. പ്രസാദ്! അവൾ പരിങ്ങലോടെ വിളിച്ചു. അപ്പോഴാണ് മീനു അവൻ്റെ പിറകിൽ നിൽക്കുന്ന പെണ്ണിനെ കണ്ടത്. അവൾ ചോദ്യഭാവേന പ്രസാദിനെ നോക്കി. ചേട്ടത്തി, ഇത് എൻ്റെ വൈഫാണ് പൂജ. നിങ്ങൾ അകത്തേക്ക് വരൂ. അവരെ ഹാളിലിരുത്തി ജ്യൂസ് കൊടുക്കുമ്പോഴാണ് എബി തിരിച്ചു വരുന്നത്. അവരെ കണ്ടതും എബി മീനുവിനെ നോക്കി. മീനു അവരെ എബിക്ക് പരിചയപ്പെടുത്തി. ഇത് പ്രസാദ്, ഭാര്യ പൂജ. ആ പേര് കേട്ടപ്പോൾ തന്നെ അവൻ ഒന്ന് തലയാട്ടി. എബി തോമസ് സ്വയം പരിചയപ്പെടുത്തി. അറിയാം, ഞാൻ വരാം, നിങ്ങളിരിക്കെ എന്ന് പറഞ്ഞ് എബി മുറിയിലേക്ക് നടന്നു. പ്രസാദിൻ്റെ കണ്ണുകൾ തറയിലിരിക്കുന്ന ടോയ്സുമായി കളിക്കുന്ന കിത്തുമോനിലായതും അവൻ മീനുവിനെ ഒന്ന് നോക്കി. അവൾ അവനെയും നോക്കി പുഞ്ചിരിച്ചു. പൂജയുടെ വീട് എവിടെയാ?
മീനു ചോദിച്ചു. നാട്ടിൽ തന്നെയാ. ഇവൾ അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാ ഏട്ടത്തി. ഓഹോ, അവിടെ വെച്ച് തന്നെയായിരുന്നു ഞങ്ങളുടെ വിവാഹം. വിവാഹം എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല, ഒരു രജിസ്റ്റർ മാരേജ്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു ചടങ്ങ് നടന്ന കാര്യം അമ്മയെയും ഏട്ടനെയും വിളിച്ചു പറഞ്ഞു. അമ്മയെ ഒന്ന് കാണാം എന്ന് കരുതി വന്നതാ. ഇന്ന് തന്നെ തിരിച്ചു പോവുകയും വേണം ഏട്ടത്തി. ഏട്ടത്തിയെ കൂടി കണ്ടിട്ട് പോകാം എന്ന് കരുതി കയറിയതാ, പ്രസാദ് പറഞ്ഞു. നീ വന്നല്ലോ, എനിക്കതിൽ സന്തോഷമായി, മീനാക്ഷി പറഞ്ഞു. എബി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നതും അവർ രണ്ടുപേരും സംസാരിച്ചിരുന്നു. മീനുവിനോടൊപ്പമായിരുന്നു പൂജ. പ്രസാദ് എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ദേവേട്ടൻ്റെ ഇപ്പോഴത്തെ വൈഫ് പ്രഗ്നൻ്റാണ്. നാളെ അവർ വീട്ടിലേക്ക് പോകും എന്നാ പറഞ്ഞത്. മീനു വിഷമത്തോടെ മൂളുക മാത്രം ചെയ്തു. അവിടുത്തെ അമ്മയ്ക്ക് സുഖമാണോ? തീരെ നടക്കാൻ വയ്യെന്ന് പ്രസാദിനോട് പറയുന്നത് കേട്ടു. ഞങ്ങളെ കണ്ടപ്പോൾ എണീറ്റിരുന്നു. മീനു അല്പം വിഷമത്തോടെ ഒന്ന് മൂളി. ഏട്ടനെപ്പോലെയല്ല അനിയൻ, മനുഷ്യത്വമുള്ള കൂട്ടത്തിലാ. പ്രസാദ് ഇറങ്ങുമ്പോൾ എബി പറയുന്നത് കേട്ടു. മീനു കഴിഞ്ഞതെല്ലാം ഓർത്തു. അത് ഓർക്കും തോറും അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഏയ്, നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതൊന്നുമല്ല മീനാക്ഷി. അവൻ അവളെ ആശ്വസിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോയി. ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ദൈവം എൻ്റെ കൂടെ തന്നെ ഉണ്ടായതുകൊണ്ടാകാം, അവൾ സ്വയം ആശ്വസിച്ചു. കല്യാണി പോയതും ദേവന് അത് ഒരു ആശ്വാസമായാണ് തോന്നിയത്. അവൾ ഡെയിലി ദേവനെ വിളിക്കാറുണ്ടെങ്കിലും അവൻ ഇടയ്ക്ക് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറി. മീനുവിൻ്റെ ചിന്തകൾ അവനെ ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരുന്നു. എന്താ ദേവൻ ഇത്രമാത്രം തിരക്ക്? എന്നോടൊന്ന് സംസാരിക്കാൻ പോലും ഇപ്പോൾ ടൈമില്ലല്ലോ. ഒരു ദിവസം കല്യാണി പറഞ്ഞു. അത് പിന്നെ ഇവിടെ അമ്മയ്ക്ക് പഴയ പോലെ വയ്യല്ലോ. വീട്ടിലെ ജോലിയായാലും ജോലിസ്ഥലത്തായാലും ഞാൻ വളരെ ബിസിയാ കല്യാണി. നമ്മുടെ കുഞ്ഞിനെപ്പറ്റി ചോദിക്കാൻ പോലും ദേവൻ ഇപ്പോൾ ടൈമില്ല. കുഞ്ഞിനെപ്പറ്റി ചോദിക്കാൻ എന്തിരിക്കുന്നു? അതിൻ്റെ വയറ്റിലല്ലേ ഉള്ളത്. ഇതൊക്കെ ദേവനോട് പറയാൻ നിന്ന എന്നെ വേണം തല്ലാൻ, കല്യാണി പറഞ്ഞു. നീ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് ഏത് നേരം നോക്കിയാലും വെറുതെ ഇരിപ്പും കിടപ്പുമാണല്ലോ. എനിക്കിവിടെ ഒരുപാട് ജോലികളുണ്ട് കല്യാണി, ഞാൻ ഫ്രീ ആകുമ്പോൾ വിളിക്കാം. വെക്കല്ലേ ദേവൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് പറയാനാ വിളിച്ചത്. എന്താ? എനിക്ക് മസാല ദോശ കഴിക്കാനും പൊറോട്ടയും ബീഫും കഴിക്കാനും ഒക്കെ ഭയങ്കര ആഗ്രഹം. ദേവൻ അതും വാങ്ങിക്കൊണ്ട് വൈകിട്ട് വീട്ടിലോട്ട് വരുവോ? കല്യാണി ചോദിച്ചു. അവിടെ നിൻ്റെ ഏട്ടനും അച്ഛനും ഒക്കെ ഇല്ലേ? അവരോട് വല്ലതും പറഞ്ഞുകൂടെ നിനക്ക്? അവരല്ല, ദേവനാ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിത്തരേണ്ടത് ദേവനാണ്. ദേവന് അവളുടെ സംസാരം ഒട്ടും ദഹിക്കുന്നുണ്ടായിരുന്നില്ല. നോക്കട്ടെ, ഞാൻ നാളെ എങ്ങാനും ടൈം കിട്ടുമോ എന്ന്. അവൾ നിരാശയോടെ ഒന്ന് മൂളി. ദേവനെ അവൾ പതിയെ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. താൻ ഗർഭിണിയാണെന്ന് കേട്ടപ്പോൾ ആദ്യ ഭർത്താവ് തൻ്റെ ഓരോ ആഗ്രഹങ്ങളും ചോദിച്ചറിഞ്ഞ് നിറവേറ്റി തന്നിരുന്നു. അന്ന് തനിക്ക് ഇങ്ങനെയുള്ള ഒരാഗ്രഹം പോലും തോന്നിയിരുന്നില്ല. അന്ന് അദ്ദേഹം പോയപ്പോൾ ഞാൻ എൻ്റെ മാത്രം ജീവിതം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞത്. ഇങ്ങനെ ഒരു ജീവിതമായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. ഇന്ന് എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു, പക്ഷേ ഒന്നും നിറവേറ്റിത്തരാൻ അതിൻ്റെ അച്ഛന് താല്പര്യമില്ല. ഡോക്ടർ, എണീക്ക്. മീനുവിൻ്റെ വിളി കേട്ടാണ് എബി കണ്ണു തുറന്നത്. എന്താ മീനു? അത് ഡോക്ടർ, മോൾക്ക് നല്ല പനിയുണ്ട്. അത് കേട്ടതും എബി ചാടി എണീറ്റ് മോളെ അടുത്ത് വന്നിരുന്നു. അവൻ മോളെ തൊട്ടതും മീനു പറഞ്ഞതുപോലെ മോൾക്ക് നല്ല പനിയുണ്ടെന്ന് മനസ്സിലായി. മോളെ, അവൻ പതിയെ വിളിച്ചു. മീനുവും അവളെ കവിളിൽ തലോടിക്കൊണ്ട് മോളെ വിളിച്ചു. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യ് ഡോക്ടർ, മോൾക്ക് തീരെ വയ്യ. മീനുവിൻ്റെ വെപ്രാളം കണ്ട് എബി മോളെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. മെഡിസിൻ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. നീ മോളെ അടുത്തിരിക്കുക, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. ഈ സമയം ഏത് മെഡിക്കൽ സ്റ്റോറാ തുറക്കുക? നീ പേടിക്കേണ്ട, ഞാൻ കൊണ്ടുവന്നോളാം. എബി ഇറങ്ങിയതും മീനു മോളെ അടുത്തു വന്നിരുന്നു. മോളെ, മീനു അവളെ വിളിച്ചുകൊണ്ടേയിരുന്നു. നീ ഇങ്ങനെ വിഷമിക്കാതെ മീനു, അവൻ ഇപ്പോൾ വരും. അമ്മ അതും പറഞ്ഞ് മോൾക്കരികിൽ വന്നു. മീനു മോളെ നെറ്റിയിൽ തുണി നനച്ചിട്ടു. എബി തിരിച്ചു വന്ന് മോൾക്ക് മെഡിസിൻ കൊടുത്തെങ്കിലും മീനുവിൻ്റെ വെപ്രാളം മാറിയിരുന്നില്ല. ഒരു 10-15 മിനിറ്റ് കൊണ്ട് പനി കുറയും. നീ കിടന്നോ. പനി മാറിയിട്ട് ഞാൻ കിടന്നോളാം. ഡോക്ടർ പോയി കിടന്നോളൂ, മീനു പറഞ്ഞു. മോൾ അവളുടേതാണെന്ന് പോലും അവന് തോന്നിപ്പോയി. അവൾ മോളെ കരുതലോടെ തോളിലിട്ട് നടക്കുന്നത് കണ്ടപ്പോൾ എബി ഒന്ന് പുഞ്ചിരിച്ചു. തൻ്റെ മോൾക്ക് കിട്ടിയ ഭാഗ്യമാണ് ഈ അമ്മ. രാവിലേക്കും മോൾ സുഖം പ്രാപിച്ചിരുന്നു. പനി വന്നേ പിന്നെ വിശപ്പില്ലെന്ന് തോന്നുന്നു. ഇത്തിരിയേ കഴിച്ചുള്ളൂ. മീനു അവളെ നോക്കി പരിഭവം പറഞ്ഞു. എൻ്റെ മീനു, അതൊക്കെ നിൻ്റെ തോന്നല. അവൾ പൊതുവേ അത്രയേ കഴിക്കാറുള്ളൂ, എബി പറഞ്ഞു. അതിന് മോൾ വാ അടച്ചു ചിരിച്ചതും മീനു മോളെ ഒന്ന് നോക്കി. ഞാൻ വേഗം വരും. അപ്പോഴേക്കും നീയും മക്കളും റെഡിയായി നിൽക്കണം.
എബി പറഞ്ഞു. എവിടെ പോവാനാ? ചുമ്മാ നിങ്ങളെയും കൊണ്ടൊന്ന് പുറത്തു പോകാമെന്ന് കരുതി, എബി പറഞ്ഞു. ഞാനില്ല ഡോക്ടർ. ഡോക്ടർ വേണമെങ്കിൽ മോളെയും കൊണ്ട് പൊയ്ക്കോളൂ. നീ എന്നെയും മോളെയും വേർതിരിച്ചാണോ ഇപ്പോഴും കാണുന്നത് മീനാക്ഷി? പറഞ്ഞു തീരുന്നതിന് മുന്നേ മീനുവിൻ്റെ കൈകൾ എബിയുടെ ചുണ്ടിൽ വെച്ച് അവൻ്റെ വായടച്ചു. എബിയുടെ നോട്ടം കണ്ടതും മീനു പെട്ടെന്ന് കൈമാറ്റി. എൻ്റെ 2 കണ്ണുകളാ നിങ്ങൾ രണ്ടും. അത് രണ്ടുമില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല. ഞാൻ കൂടെ വരില്ലെന്ന് പറഞ്ഞത് എനിക്ക് അതിനുള്ള യോഗ്യത ഇല്ലെന്നറിയാവുന്നത് കൊണ്ടാണ്. ആര് പറഞ്ഞു നിനക്ക് യോഗ്യതയില്ലെന്ന്? നിനക്കേ അതിനുള്ള യോഗ്യതയുള്ളൂ മീനു. എൻ്റെ ഭാര്യയായി, എൻ്റെ മക്കളുടെ അമ്മയായി നിന്നെ ഈ ലോകം അറിയാനാണ് എനിക്കിഷ്ടം. അത് കേട്ടതും മീനുവിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇന്ന് ഞങ്ങളുടെ സീനിയർ ഡോക്ടറിൻ്റെ മകൻ്റെ മാര്യേജ് റിസപ്ഷനാണ്. അതിന് കൊണ്ടുപോകാനാണ് നിന്നോടും മക്കളോടും റെഡിയായി നിൽക്കാൻ ഞാൻ പറഞ്ഞത്. അയ്യോ, അതൊന്നും വേണ്ട. അവിടെ എല്ലാ ഡോക്ടർമാരും വലിയ ആൾക്കാരുമൊക്കെ ആകില്ലേ? ഞാൻ വരില്ല. നീ ഡോക്ടർ എബി തോമസിൻ്റെ ഭാര്യയാണ് മീനു. ഞാൻ രോഗകാര്യം പറയാനല്ലാതെ ഒരു ഡോക്ടറോട് സംസാരിച്ചത് ഈ ഡോക്ടറോടാ. ഞാൻ അവിടെ വന്നാൽ എൻ്റെ കൈയും കാലും വിറയ്ക്കും. ഞാനില്ലേ നിൻ്റെ കൂടെ, എബി ആശ്വസിപ്പിച്ചു. ആ വാക്കുകളാണ് അവളുടെ കരുത്ത്. ഇന്ന് വരെ ആരിൽ നിന്നും കേൾക്കാത്ത ആ വാക്കുകൾ. അവൾ പതിയെ ഒന്ന് പുഞ്ചിരിച്ചപ്പോൾ എബി ഇറങ്ങി. അവളിലെ ഭയം കണ്ട് അമ്മയും ഒന്ന് ചിരിച്ചു. ഇങ്ങനെയൊക്കെയാണ് എല്ലാം ശീലമാകുന്നത്. മോൾ ധൈര്യമായി പോയിട്ട് വാ, അമ്മയും പറഞ്ഞു. മോളെയും റെഡിയാക്കി. മീനു റെഡിയായപ്പോൾ തന്നെ എബി എത്തി. അവനും പെട്ടെന്ന് കുളിച്ച് റെഡിയായി ഇറങ്ങി. മീനു! അവൻ്റെ വിളി കേട്ടതും മീനു മുറിയിൽ നിന്നും പുറത്തിറങ്ങി. അവളെ കണ്ടതും എബി ഒരു നിമിഷം സ്വയം മറന്നു അവളെ തന്നെ നോക്കി നിന്നു. പപ്പാ! മോൾ ഓടി വന്ന് എബിയെ പിടിച്ചപ്പോഴാണ് എബി മീനുവിൽ നേർക്കുള്ള നോട്ടം മാറ്റിയത്. നമുക്കിറങ്ങാം, മീനു മൂളി. മോൻ എവിടെ? മീനുവിൻ്റെ കയ്യിൽ മോനെ കാണാത്തത് കൊണ്ട് എബി ചോദിച്ചു. മോൻ ഉറക്കമാ. എണീറ്റാൽ ഞാൻ ചേച്ചിയോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോൻ ഇല്ലാതെയാണോ പോകാൻ ഇറങ്ങിയത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മോനെ കൂടി റെഡിയാക്കി നിർത്താൻ, എബി മീനാക്ഷിയോടായി ചോദിച്ചു. അത് പിന്നെ ഞാൻ മോനെ കൂട്ടേണ്ടെന്ന് കരുതി. അത് ഡോക്ടർക്ക് തന്നെയല്ലേ നാണക്കേട്, അവൾ വിഷമത്തോടെ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. എന്താ മീനു ഇത്? നിനക്ക് ചിന്നുമോളെ പുറത്തു കൊണ്ടുപോകാൻ നാണക്കേടുണ്ടോ? നിനക്ക് എൻ്റെ മോൾ എങ്ങനെയാണോ അതുപോലെയാണ് എനിക്ക് മോനും. അവർ രണ്ടുപേരും നമ്മുടെ മക്കളായി അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഡോക്ടർ. നീ പോയി മോനെയും എടുത്തുകൊണ്ട് വാ, ഒന്നും പറയണ്ട. അവൾ പുഞ്ചിരിയോടെ മോനരികിൽ ചെന്നു അവനെയും എടുത്തുകൊണ്ട് വന്നതും എബി വണ്ടിയെടുത്ത് അവർ ഇറങ്ങി.